സീറ്റുകളുടെ കൊടുക്കൽ വാങ്ങൽ മുന്നണി സംവിധാനത്തിൽ സാധാരണയാണ്. അത്തരത്തിലേക്ക് ഒരു സംവിധാനത്തിലേക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിൽ AK ആന്റണി ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും മുസ്ലിം ലീഗിൻ്റെ അകമഴിഞ്ഞ സഹായം കിട്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. തിരൂരങ്ങാടിയിൽ AK ആന്റണി വിജയിച്ച സാഹചര്യം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ ലീഗ് എടുത്തിട്ടുള്ള വലിയ രീതിയിലുള്ള തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോഴിതാ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നിയോജക മണ്ഡലം ഉൾപ്പെടെ ലീഗ് ആവശ്യപ്പെടുകയാണ്. പകരം അതിന് ഉതകുന്ന രീതിയിൽ പല സീറ്റുകളും ലീഗിൻ്റേതായിട്ടുള്ളത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം നിയോജക മണ്ഡലം കഴിഞ്ഞ തവണ ആന്റണി രാജുവാണ് അവിടെ വിജയിച്ചത്. 7000-ലേറെ വോട്ടുകൾക്ക് VS ശിവകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത്. വലിയ രീതിയിൽ മുസ്ലിം വോട്ട് ബാങ്ക് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെയുണ്ട്. ലീഗിന് ശക്തമായ അടിത്തറ ആ മണ്ഡലത്തിൽ, അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഉണ്ട് താൻ. അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള രീതിയിലേക്കാണ് ലീഗ് നീങ്ങുന്നത്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലാണ് ഭീമപ്പള്ളി ഉൾപ്പെടെ വള്ളക്കടവ് ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ ലീഗിന് സ്വാധീനമുള്ള മേഖലകൾ പലതും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ചോദിച്ചു മേടിക്കാൻ നിൽക്കുന്നത്. മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലേക്ക് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ലീഗ് സ്ഥാനാർത്ഥിയായിരിക്കും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക. അതുപോലെ തന്നെ കഴക്കൂട്ടം നിയോജക മണ്ഡലം കഴിഞ്ഞ ഏറെക്കാലമായി കോൺഗ്രസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. നമുക്കറിയാം, 2001 കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത് ലീഗ് സ്ഥാനാർത്ഥിയായി, UDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. എന്നാൽ കോൺഗ്രസ്സുകാരനായ MA വാഹിദിന് സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം പുസ്തകമടയാളത്തിൽ സ്വതന്ത്രനായി നിന്ന് 2001 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. തുടർന്ന് MA വാഹിദ് 2006 215 വോട്ടുകൾക്കാണ് ഇപ്പോഴത്തെ MLA ആയ കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്തി വീണ്ടും MLA ആയത്. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും MA വാഹിദ് 2196 വോട്ടുകൾക്ക് വിജയം ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അതിനുശേഷം 2016 കടകംപള്ളി വിജയിച്ചപ്പോൾ V മുരളീധരനാണ് അവിടെ 2ാം സ്ഥാനത്തെത്തിയത്. കടകംപള്ളിക്ക് 50,079 വോട്ടുകൾ ലഭിച്ചപ്പോൾ 42,732 വോട്ടുകളുമായി V മുരളീധരനാണ് 2016 2ാം സ്ഥാനത്തെത്തിയത്. 2021 കടകംപള്ളിയുടെ ഭൂരിപക്ഷം 23,497 ഉയർന്നപ്പോൾ ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ 2ാം സ്ഥാനത്തെത്തിയത്. V മുരളീധരൻ്റെ അത്ര പോലും വോട്ട് ശോഭാ സുരേന്ദ്രന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 2016 സിറ്റിംഗ് MLA ആയിരുന്ന MA വാഹിദ് 3ാം സ്ഥാനത്ത് പോയി. 2021 അവിടെ ഡോക്ടർ ലാൽ മത്സരിച്ചു കോൺഗ്രസിന് വേണ്ടി, അദ്ദേഹവും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അത്തരത്തിലാണ് കഴക്കൂട്ടത്ത് ലീഗ് ആ മണ്ഡലം തിരികെ ചോദിച്ചു വാങ്ങിക്കുന്നത്. ഇത്തരത്തിൽ കഴക്കൂട്ടവും തിരുവനന്തപുരം നിയോജക മണ്ഡലവും ലീഗ് കോൺഗ്രസിൽ നിന്നും ചോദിച്ചു വാങ്ങിക്കുകയാണ്. പകരമായി ലീഗ് മറ്റ് ചില മണ്ഡലങ്ങൾ കോൺഗ്രസിന് കൊടുക്കാൻ വേണ്ടിയുള്ള ധാരണയിലേക്ക് നീങ്ങുന്നു.